ഹലോ മക്കളെ, ഷമീം സാറാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പോവാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, യെസ്, നമുക്ക് വാർത്തയിലേക്ക് പോകാം. പുതുക്കിയ പാഠ്യപദ്ധതിയിൽ സാമ്പത്തിക സാക്ഷരതയ്ക്കായി പുതിയ പുസ്തകം. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി സാറ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ വിവരം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് പോകാം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം മുതൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളിൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പ്രത്യേക പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധനകാര്യം സാമ്പത്തിക സാക്ഷരത എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. 5ാം ക്ലാസ് മുതൽ സാമ്പത്തിക സാക്ഷരത സംബന്ധിച്ച് പാഠഭാഗങ്ങൾ വ്യത്യസ്ത പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് 5ാം ക്ലാസ് മുതൽ എല്ലാ ഉള്ള സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ 9, 10 ക്ലാസ്സുകൾക്ക് പ്രത്യേക പുസ്തകവും തയ്യാറാക്കി നൽകി എന്നാണ് പറയുന്നത്. അതായത് 9, 10 ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പുസ്തകം തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ് വരെയുള്ള മക്കൾക്ക്, 5 മുതൽ 8 വരെയുള്ള മക്കൾക്ക് ഓൾറെഡി ഉള്ള സബ്ജക്റ്റുകൾ, അതായത് സോഷ്യൽ സയൻസിലോ മാത്സിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റിലേക്ക് തന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്രത്യേക പുസ്തകം തന്നെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 8 യൂണിറ്റുകളിലായി സമ്പാദ്യവും നിക്ഷേപ സാധ്യതകളും, ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ, ബാങ്ക് രേഖകളും ഫോമുകളും, ഇൻഷുറൻസ് സുരക്ഷയും സമ്പാദ്യവും, പോസ്റ്റൽ വകുപ്പ് ധനകാര്യ സേവനങ്ങൾ, ഓഹരി വിപണിയും മ്യൂച്വൽ ഫണ്ടുകളും, യുക്തിസഹമായ നിക്ഷേപ തീരുമാനം, ധനകാര്യ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളും തൊഴിൽ അവസരങ്ങളും എന്നിങ്ങനെയാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇതാ ഇപ്പോൾ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പേ സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഒരു ഫോം, അതൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം എന്ത് ചെയ്യണം, എല്ലാവരും അറിയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു തീരുമാനം വളരെ മികച്ച ഒരു തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ എങ്ങനെയാണ് പണം വിനിയോഗം ചെയ്യേണ്ടത്, ബുദ്ധിപൂർവ്വം എങ്ങനെയാണ് പണം സേവ് ചെയ്യുക, എങ്ങനെയാണ് വിനിയോഗം ചെയ്യേണ്ടത്, അനാവശ്യമായ ധൂർത്ത് എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകുന്നതിന് വേണ്ടി ഈ പുസ്തകം നന്നായിട്ട് എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് വായിക്കുക, പഠിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ കൊണ്ടുവന്നുള്ളത്. ഇതുപോലെ നമ്മുടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ആ ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്. അപ്പോൾ ഒരുപാടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, എങ്കിലും ഇനിയും ഒന്നുകൂടി എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക തന്നെ വേണം. എങ്കിലേ ഒരു നല്ല സമൂഹം വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഷമീം സാർ വീണ്ടും വരുന്നതായിരിക്കും. മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.